മാതാവിന്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് സംശയിക്കുന്നവർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പ്രകൃതി നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് എങ്ങനെ ഉയർത്തപ്പെടാൻ സാധിക്കുമെന്നാണ് അവർ സംശയിക്കുന്നത്. എന്നാൽ മാതാവ് മാത്രമല്ല ഇപ്രകാരം സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടവർ എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്ന കാര്യം. ഏലിയായും ഹെനോക്കും മാതാവിന് മുൻപ് സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടവരായിരുന്നു. ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏലിയായും ഏലീശായും സംസാരിച്ചു കൊണ്ടു പോകുമ്പോൾ ആഗ്നേയ രഥവും ആഗ്നേയ ആശുങ്ങളും അവരെ വേർപ്പെടുത്തിയെന്നും ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നുവെന്നും 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 11 നാം വായിക്കുന്നുണ്ട്. പ്രവാചകന്മാരാണെങ്കിലും സാധാരണ മനുഷ്യർ കൂടിയായ ഏലിയായും ഹെനോക്കും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടുവെങ്കിൽ അമലോത്ഭവയും പരിശുദ്ധയും ദൈവപുത്രന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമായ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന കാര്യത്തിൽ നാം എന്തിനു സംശയിക്കണം? വെറുമൊരു ഊഹം മാത്രമല്ല മാതാവിന്റെ സ്വർഗാരോപണം എന്ന് തെളിയിക്കപ്പെടുന്നവയാണ് ബൈബിളിലെ തന്നെ മേൽപ്പറഞ്ഞ 2 സംഭവങ്ങൾ. AD 451 കാൽസിഡോണിയൻ കൗൺസിലിൽ ദൈവമാതാവിന്റെ മരണത്തെയും മൃതശരീരത്തെയും സംസ്കാരത്തെയും കുറിച്ചൊക്കെ അന്വേഷിച്ച ചക്രവർത്തിയോട് അന്നത്തെ മെത്രാൻ പറഞ്ഞത് മാതാവ് സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്നാണെന്ന് വിശുദ്ധ ജോൺ ഡെമാസിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗാരോപണത്തെക്കുറിച്ചുള്ള വിശ്വാസ പാരമ്പര്യം ആദ്യമായി പ്രഖ്യാപിച്ചതും വിശുദ്ധ ജോൺ ഡെമാസിൻ ആയിരുന്നു. പരിശുദ്ധ അമ്മ ഉടലോടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടുവെന്ന സത്യം 1500 വർഷങ്ങൾക്ക് ശേഷം 1950 പിയൂസ് 12 പാപ്പ ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. മുനിസിസെന്റിസിമൂസ് ദേവൂസ് എന്ന അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് പിയൂസ് 12 പാപ്പ പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണത്തെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. അത്യുദാരനായ ദൈവം എന്നാണ് ഈ പ്രമാണരേഖയുടെ അർത്ഥം. ലോകത്തിലുള്ള എല്ലാ മെത്രാന്മാരിൽ നിന്നും മാതാവിന്റെ സ്വർഗാരോപണം സംബന്ധിച്ച ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാണ് 12-ാം പിയൂസ് മാർപ്പാപ്പ 1950 നവംബർ 11 സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. അമലോത്ഭവ മാതാവ് തന്റെ ദൈവീക ദൗത്യ നിർവഹണത്തിന് ശേഷം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് അദ്ദേഹം വിളംബരം ചെയ്തു. സഭ ഔദ്യോഗികമായി ഇതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചുവെങ്കിലും അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിശ്വാസികൾ സത്യമായും ഇക്കാര്യം വിശ്വസിച്ചിരുന്നു. പാപലേശ്യമന്യേ ജനിച്ച കളങ്കരഹിതയായി ജീവിച്ച പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവും അംഗീകാരവും ഇതല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. ആത്മീയ ശരീരങ്ങളോടെ പറുദീസായുടെ മഹത്വത്തിലേക്ക് ആരോപിതയായിരിക്കുന്ന നിങ്ങളുടെ സ്വർഗീയ അമ്മയിലേക്ക് നിങ്ങളുടെ ദൃഷ്ടികൾ തിരിയട്ടെ. വാനവ വൃന്ദങ്ങളുടെയും വിശുദ്ധന്മാരുടെയും ശുദ്ധീകരണ ആത്മാക്കളുടെയും ആനന്ദത്തിൽ നിങ്ങളും പങ്കുചേരുക. ഉറപ്പാർന്ന പ്രത്യാശയുടെയും സാന്ത്വനത്തിന്റെയും അടയാളമായി കരുതി എന്നെക്കുറിച്ചുള്ള പരിചിന്തനം ചെയ്യുന്ന തീർത്ഥാടക സഭയുടെ ആനന്ദത്തിലും നിങ്ങൾ പങ്കാളികളാവുക എന്നാണ് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്നതിലെ 549-ാം സന്ദേശത്തിൽ പറയുന്നത്. ഇവിടെ നാം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മയുടേത് സ്വർഗാരോപണമാണ്, അഥവാ അസംഷൻ. മറിയം തന്റെ ശക്തി ഉപയോഗിച്ചല്ല, ദൈവം മറിയത്തെ സ്വർഗത്തിലേക്ക് എടുക്കുകയായിരുന്നുവെന്നാണ് അതിലൂടെ വ്യക്തമാകുന്നത്. പക്ഷേ യേശുവിൻ്റേത് സ്വർഗാരോഹണമായിരുന്നു, അതായത് അസെൻഷൻ. തൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം യേശു സ്വർഗത്തിലേക്ക് പോയത് സ്വന്തം ശക്തി ഉപയോഗിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ സ്വർഗാരോഹണവും മാതാവിൻ്റെ സ്വർഗാരോപണവും തമ്മിൽ വ്യത്യാസമുണ്ട്. പറയുമ്പോഴും എഴുതുമ്പോഴും പോലും അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്.